കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബിജെപിക്കെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം. കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദിയാക്കിയത്. രാജ്യത്ത് ബൈബിളിനും കുരിശിനും അപ്രഖ്യാപിത വിലക്കാണെന്നും ലേഖനത്തിൽ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ നേരിട്ടത് ക്രൂരതയെന്ന് പറഞ്ഞ ഓർത്തഡോക്സ് സഭ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി. വലിയ നീതി നിഷേധമുണ്ടായെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം പറഞ്ഞു. ഒരിക്കലും ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ ആൾക്കൂട്ട ഇവിടെ മനുഷ്യക്കടത്തോ മതപരിവർത്തനം ഒന്നും നടന്നിട്ടില്ല. മതപരിവർത്തനം എങ്ങനെ നടക്കും? മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ 3 കുട്ടികളും ക്രിസ്ത്യാനികളാണ്. അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് വന്നിരിക്കുന്ന അധികാരികളെ അറിയിച്ചു. എന്തായാലും നീതി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ്. കാരണം നമ്മുടെ ഭാഗത്ത്, സിസ്റ്ററിൻ്റെ ഭാഗത്ത് ഒരു അനീതിയുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 30 വർഷത്തോളമായി സ്വന്തം ജീവിതം പാവപ്പെട്ടവർക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി മാറ്റിവെച്ച ഒരു കന്യാസ്ത്രീനെയാണ് ഇതുപോലെ തുറങ്ങിലടിച്ചിരിക്കുന്നത്. 100% സത്യം നമ്മുടെ ഭാഗത്താണ്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരാണ് പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മളൊരു ജനാധിപത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കണത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീതി കിട്ടും. നീതി കിട്ടണം. വേറൊരാൾക്കും ഇതുപോലെ ഒരിക്കലും സംഭവിക്കരുത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടേതടക്കം വലിയ പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ദീപികയടക്കം മുഖപ്രസംഗത്തിലുള്ള വിവരങ്ങൾ? ഏതൊക്കെ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുന്നു? ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എല്ലാ ഭാഗത്തു നിന്നും, രാഷ്ട്രീയ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അടക്കം, സർക്കാരിന്റെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിലും വലിയ രീതിയിൽ വിമർശനം, ബിജെപിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. അതായത് കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദിയാക്കിയത്. മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്നും പോലീസും സർക്കാരും നോക്കുകുത്തികളായി നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, രാജ്യത്ത് ബൈബിളിനും കുരിശിനും അപ്രഖ്യാപിത വിലക്കുണ്ട് എന്നും ന്യൂനപക്ഷം കേരളത്തിലൊഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും അടക്കം മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു. ബിജെപി വിചാരിച്ചാൽ ഇത്തരത്തിൽ വർഗീയതയെ തളയ്ക്കാൻ സാധിക്കും. പക്ഷേ അതിന് ശ്രമിക്കുന്നില്ല. ഈ ബിജെപിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ചേരുന്നതല്ലെന്നും കേരള ഘടകത്തെ ഓർമ്മിക്കുന്നതായും എഡിറ്റോറിയലിൽ പറയുന്നു. മാത്രമല്ല, ഈ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബവും വലിയ രീതിയിലുള്ള പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. അതായത് വലിയ നീതി നിഷേധം തങ്ങൾക്ക് ഉണ്ടായി എന്നും ഇതിൽ മറ്റൊരു കുടുംബത്തിനും ഇത്തരത്തിലൊരു അനുഭവം വരരുത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രീതി മേരിയുടെ കുടുംബം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപും ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ ഈ ആതുര സേവനങ്ങൾ അടക്കം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബം പറയുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്.